ക്രിസ്ത്യാനോ റൊണാൾഡോ എവിടെയും പോയിക്കില്ല എന്നുള്ള തെളിവാണ് ഇന്നലത്തെ മാച്ച്. കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും എല്ലാവർക്കുള്ള മറുപടി അണ്ണൻ ഇന്നലെ വ്യക്തമായിട്ടാണ് കൊടുത്തു. 10 മണിയായപ്പോഴത്തേക്ക് തന്നെ ജയിലിൽ നമ്മൾ ഉറക്കി കിടത്തി. കാരണം മോനെയും കളി കാണൽ മര്യാദയ്ക്ക് നടക്കൂല. രണ്ട് മൈൻഡിലാണ് കളി കാണായിരുന്നത്. ഒന്നെങ്കിൽ കഴിഞ്ഞ കളി പോലെയായിരിക്കും, അല്ലെങ്കിൽ തീപ്പൊരി കളിയായിരിക്കും. നമ്മളെ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാണ്ട് തന്നെ അണ്ണൻ 6ാമത്തെ മിനിറ്റിൽ ഫസ്റ്റത്തെ ഗോൾ അടിച്ചു. ഇന്നത്തെ റൊണാൾഡോന്റെ കളി കണ്ടിട്ട് ഓമ്പരെ റൊണാൾഡോ ഫാനായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ സ്പെയിനെ കപ്പടിക്കൂ എന്ന് പറഞ്ഞിട്ട് വെറുതെ കച്ചറ ഉണ്ടാക്കിയിരുന്നു ഓന്റെ പണി. അനിയന്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ റൊണാൾഡോ ഫാനായത്. അത് മൂപ്പരെ കളി കണ്ടിട്ടല്ല, മൂപ്പരെ സ്റ്റോറീസ് കേട്ടിട്ട്. ഇത്തവണത്തെ വേൾഡ് കപ്പാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. റൊണാൾഡോയുടെ കളിയും കഴിഞ്ഞ കളിയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഒരു റൊണാൾഡോ ഫാനായ എനിക്ക് അത് ഭയങ്കര സങ്കടമായിരുന്നു. എന്തുകൊണ്ട് ഒരു ബോൾ പാസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് മൂപ്പര് കളിക്കുന്നില്ല, അതൊക്കെയായിരുന്നു ഫുള്ള് മൈൻഡിൽ. ഇന്നലത്തെ കളിയോടുകൂടി അതെല്ലാം അങ്ങ് തീർന്നു. റൊണാൾഡോയ്ക്ക് പകരം റൊണാൾഡോ മാത്രമേ ഉണ്ടാവുള്ളൂ. കളി തുടങ്ങിയ മുതൽ അവസാനിക്കുന്നവരെ ഒരേ ഗൂസ് ബംസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു ടീം വർക്കൊക്കെ എമ്മാതിരി അടിപൊളിയാ. ഇതേപോലെ ഒരു കഴിഞ്ഞാലും കളിച്ചൂടെ? കഴിഞ്ഞാലും പോട്ടെ, ഇനിയുള്ള കളി ഇങ്ങനെ കളിച്ചാൽ മതി. നമുക്കൊരു ഹാട്രിക്ക് മിസ്സായെങ്കിലും ഇതാണ് റൊണാൾഡോ, ഇങ്ങനെയാണ് റൊണാൾഡോ എന്നുള്ള ഒരു മറുപടി. ഇനി എല്ലാ ഫുട്ബോൾ ഫാൻസിനും പോലെ ഒരാഗ്രഹം കൂടിയുള്ളൂ, അണ്ണന്റെ ദ ലാസ്റ്റ് ഡാൻസ്. അതിപ്പോ പോർച്ചുഗൽ ഫാൻസിന്റെ മാത്രമല്ല, എല്ലാ ഫുട്ബോൾ ഫാൻസിന്റെയും ഒരാഗ്രഹമായിരിക്കും. 95 മിനിറ്റുള്ള കളി കഴിഞ്ഞിട്ടും ഓൻ ഇത് 2 ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല. ഓരോ ഗ്രൂപ്പിലെ പ്രഡിക്ഷനിലെ ഓൻ 6 ഗോളായിരുന്നു പറഞ്ഞേ, പക്ഷെ 5 ആക്കിയുള്ളൂ. ഓൻ അതിന്റെ സങ്കടം. അതിന് പകരമായിട്ട് ഗ്രൂപ്പിൽ എല്ലാവരും മോട്ടറാക്കി വിടലാണ് ഓന്റെ പണി. ഓനക്കാത്ത് നിന്നാല് നേരം വെളുക്കും ഞാൻ ഉറങ്ങാൻ. അതുകൊണ്ട് പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പൊ എന്നാ നാളെ കാണാം. പിന്നെ ഇഷ്ടമായ ഫോളോയിലേക്ക് മറക്കല്ലേട്ടോ. ബൈ.